2018 ഇറങ്ങിയ നല്ല രസകരമായ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഹയർ പവർ. ഭൂമിക്ക് അടുത്തുള്ള ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നത് കാരണം ഭൂമി നശിക്കാൻ പോകുന്നതും ദൈവത്തിനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഒരു ഭ്രാന്തൻ ശാസ്ത്രജ്ഞൻ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഒരു പുതിയ ദൈവത്തിനെ തന്നെ സൃഷ്ടിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ചിക്കാഗോ സിറ്റിയിലാണ് കഥ നടക്കുന്നത്. കഥയിലെ വില്ലന്റെ ഒരു രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ജോൺ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് എനിക്കറിയാം. അത് പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. കാരണം വരാൻ പോകുന്ന ആപത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ അതിന് മാത്രമേ കഴിയൂ എന്നൊക്കെ ഫോണിലൂടെ ആരോ ഒരാള് ജോണിന്റെ അടുത്ത് പറയുകയാണ്. ശേഷം അടുത്തൊരു TV ഇന്റർവ്യൂ ആണ് കാണിക്കുന്നത്. അതിൽ വരാൻ പോകുന്ന ലോകാവസാനത്തെക്കുറിച്ച് ഡോക്ടർ മൈക്കിൾ വിവരിക്കുകയാണ്. വളരെ വലിയൊരു നക്ഷത്രം നശിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ സ്വന്തം ഗ്രാവിറ്റി അതിനെ താങ്ങാൻ പറ്റാതെ അതിന്റെ മധ്യഭാഗം ഞെരിഞ്ഞമർന്ന് ഒരു ബ്ലാക്ക് ഹോൾ ആയി മാറും. ഉടൻ തന്നെ ആ ബ്ലാക്ക് ഹോൾ അതിന് ചുറ്റുമുള്ള ആ നക്ഷത്രത്തിനെ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങാൻ തുടങ്ങും. ഓരോ സെക്കൻഡിലും 10 ലക്ഷം ഭൂമികൾക്ക് തുല്യമായ അളവിലുള്ള പദാർത്ഥങ്ങളായിരിക്കും ആ സമയത്തിൽ ആ ബ്ലാക്ക് ഹോൾ വിഴുങ്ങുന്നേ. അത്രയേറെ പദാർത്ഥങ്ങളെ വിഴുങ്ങുമ്പോൾ അവിടെ ഒരുപാട് ഊർജ്ജം ഉണ്ടാകും. അതിൽ ചെറിയൊരു ശതമാനം ഊർജ്ജം ഈ ബ്ലാക്ക് ഹോളിന്റെ 2 ധ്രുവങ്ങളിലൂടെ പെട്ടെന്ന് പുറത്തോട്ട് പ്രവഹിക്കും. കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് മാത്രമേ അങ്ങനെ ഊർജ്ജം വരൂ. പക്ഷെ അത്രയും സെക്കൻഡുകൾ കൊണ്ട് വരുന്ന ഊർജ്ജം അതിഗംഭീരമായിരിക്കും. ഗംഭീരം എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യന്റെ പല ലക്ഷം കോടി മടങ്ങ് പ്രകാശ തീവ്രത അതിനുണ്ടായിരിക്കും. നിർഭാഗ്യവശാൽ നമ്മുടെ ഭൂമി ഇതുപോലൊരു നക്ഷത്രത്തിന്റെ ധ്രുവത്തിന് നേർക്കാണ് നിൽക്കുന്നത്. ആ നക്ഷത്രം എപ്പോ വേണേലും ബ്ലാക്ക് ഹോളായി മാറാം. അങ്ങനെ മാറിയാൽ ആ ഊർജം നേരെ വന്ന് ഭൂമിയിൽ പതിക്കും. അതോടെ ഭൂമി മുഴുവൻ കത്തിച്ചാമ്പലായി പോകും എന്നൊക്കെയാണ് മൈക്കിൾ പറയുന്നത്. അടുത്ത് മൈക്കിൾ പറഞ്ഞ നക്ഷത്രത്തിനെ കാണിക്കുന്നുണ്ട്. മൈക്കിൾ പ്രഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ അത് ബ്ലാക്ക് ഹോളായി മാറുകയും അതിൽ നിന്ന് ഊർജ്ജ പ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജോസഫിന്റെ രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ജോസഫ് നേരത്തെ ഒരു മദ്യപാനിയായിരുന്നു. അവന്റെ ഭാര്യ 5 വർഷങ്ങൾക്ക് മുന്നേ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതിനുശേഷമാണ് അവൻ അങ്ങനെ കൊടിയനായിട്ട് മാറിയത്. പക്ഷെ ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി കൊടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് അവൻ കുടിച്ചിട്ടില്ല. ചിക്കാഗോ സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇപ്പോൾ അവൻ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. കുടിക്കുന്നതിന് പുറമെ ഇവന് ദേഷ്യത്തിന്റെ ഒരു പ്രശ്നവും കൂടെയുണ്ട്. എന്നുവെച്ചാൽ പലപ്പോഴും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല. അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവൻ പതിവായിട്ട് സൈക്യാട്രിസ്റ്റിന്റെ പക്കൽ പോവുകയും ചെയ്യുന്നുണ്ട്. അവന് 2 പെൺമക്കളുണ്ട്, സോയിയും റിയയും. അവന്റെ കുടി കാരണം 2 പേരും പണ്ടേ തന്നെ അവനെ വിട്ടു പോയിരുന്നു. സോയി നേരത്തെ കണ്ട ഡോക്ടർ മൈക്കിളിന്റെ ഗേൾഫ്രണ്ടാണ്. അവളിപ്പോ ജോലിയൊക്കെ നേടി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ അനിയത്തി റിയ അങ്ങനെയല്ല. അവള് അച്ഛനേക്കാൾ കൂടി ഇനമായിട്ട് മാറിയിരിക്കുകയാണ്. അവൾ എപ്പോഴും ഡ്രഗ്സിന്റെ അഡിക്റ്റ് ആണ്. ജോസഫ് അവന്റെ ഭാര്യയുടെ ഓർമ്മകൾ വരുമ്പോൾ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാറുണ്ട്. അതിലൊരു വീഡിയോയില് ഒരു ദിവസം അവനും ഭാര്യയും മകള് സോയിയും കൂടെ ബീച്ചിൽ നിൽക്കുകയായിരുന്നു. അന്ന് ഭാര്യ പ്രഗ്നന്റ് ആണ്. ആ ബീച്ചിൽ വെച്ചാണ് അവൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് റിയ എന്ന് പേരിട്ടത്. അവൻ ഭാര്യയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സോയി വന്നിട്ട് അവന് ചെറിയൊരു കല്ല് കൊടുത്തു. അത് വളരെ റെയർ ആയിട്ട് മാത്രം കാണാൻ കഴിയുന്ന ഒരു തരം കല്ലാണ്. അതിന് മാജിക് പവേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവൾ അത് ജോസഫിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. അങ്ങനെ പഴയ കാല ഓർമ്മകളുമായിട്ട് അവൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ 3 പേരെയും, അതായത് ജോസഫിനെയും അവന്റെ മക്കളെയും നേരത്തെ കണ്ട വില്ലൻ സയന്റിസ്റ്റ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിക്കാറുണ്ട്. അവരുടെ വീടുകളിലും ജോലി സ്ഥലങ്ങളിലും എല്ലായിടത്തും അയാൾ ഒരുപാട് സ്പൈ ക്യാമറകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ലോകത്തിലെ ഏത് ക്യാമറകളെ വേണമെങ്കിലും ഹാക്ക് ചെയ്ത് ആക്സസ് ചെയ്യാനും കഴിയും. അതിന് പുറമെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺസ് ഉണ്ട്. അതിലെ ക്യാമറകളിലൂടെ ആൾക്കാരെ നിരീക്ഷിക്കാൻ മാത്രമല്ല, വേണമെങ്കിൽ ആൾക്കാരെ കൊല്ലാനുള്ള ആയുധങ്ങളും അതിലുണ്ട്. മൊത്തത്തിൽ ഇയാൾ ഒരു പവർഫുൾ ആയിട്ടുള്ള വില്ലനാണ്. സ്വന്തമായിട്ട് സാറ്റലൈറ്റുകൾ വരെ ഇയാൾക്കുണ്ട്. ഇയാളുടെ പിന്നിൽ വലിയൊരു ടീമുമുണ്ട്. എപ്പോഴും അയാളുടെ ആൾക്കാരൊക്കെ രഹസ്യമായിട്ട് ജോസഫിനെയും മക്കളെയും ഫോളോ ചെയ്യും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അയാൾ കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷെ അയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. അയാള് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തോ ഒരു പ്രോജക്റ്റ് സീക്രട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രോജക്റ്റിന്റെ ടെസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് അയാൾ ജോസഫിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഒരു ദിവസം രാവിലെ ജോസഫ് വീണ്ടും പഴയൊരു വീഡിയോ എടുത്തു വെച്ച് കാണുകയായിരുന്നു. അതില് അന്ന് അവൻ കടലിൽ ജോലി ചെയ്തിട്ട് 1 മാസത്തിന് ശേഷം വീട്ടിൽ വന്നപ്പോ മക്കളും ഭാര്യയും കൂടെ അവനെ സന്തോഷത്തോടെ വരവേറ്റു. അന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് റിയ അവന് വേണ്ടി ഒരു കേക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ ചെറിയ രീതിയിൽ അവന്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. ആ വീഡിയോ കണ്ടപ്പോ മക്കളെ ഒന്ന് കാണണമെന്ന് അവന് തോന്നി. അതുകൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ അവൻ സോയിയുടെ പക്കൽ പോയി. സോയി ജോലി കഴിഞ്ഞ് വരുന്നതും കാത്ത് അവൻ വഴിയിൽ നിന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തപ്പോ സോയി വന്നു. അവളുടെ കൂടെ മൈക്കിളുമുണ്ട്. ജോസഫ് ചെന്ന് സോയിയുടെ അടുത്ത് സംസാരിക്കാൻ നോക്കി. അവൻ എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവൾക്ക് സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല.
എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പറ്റുമെങ്കിൽ പപ്പ പോയി റിയയെ ചെന്ന് കാണ്, ഇപ്പൊ അവക്കാണ് സഹായം ആവശ്യം എന്ന് പറഞ്ഞ് അവള് ജോസഫിനെ ഒഴിവാക്കാൻ നോക്കി. എന്നാ പിന്നെ ഈ ഗിഫ്റ്റ് എങ്കിലും വാങ്ങിക്കെന്ന് പറഞ്ഞപ്പോ അതും അവള് വാങ്ങിച്ചില്ല. അതുകൊണ്ട് അവൻ തന്നെ ആ ഗിഫ്റ്റിനെ അവളുടെ ബാഗിൽ ഇട്ടു കൊടുത്തു. എന്നിട്ട് നമുക്ക് ചെന്ന് റിയയെ കണ്ടാലോ, വേണമെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കോ, നമുക്ക് 3 പേർക്കും കൂടി ഒരു ഫാമിലി ആയിട്ട് അവളെ കാണാൻ പോവാം എന്ന് ജോസഫ് ചോദിച്ചു. ഉടനെ അവൾക്ക് ഇയാളോട് സംസാരിക്കേണ്ടെന്നല്ലേ പറഞ്ഞ്, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ശല്യം ചെയ്യാൻ വരുന്നേ എന്ന് പറഞ്ഞ് മൈക്കിൾ കുറുകെ വന്നു. ജോസഫ് പലതവണ അവനെ പിടിച്ച് മാറ്റാൻ നോക്കി, പക്ഷെ അവൻ മാറുന്നില്ല. അപ്പൊ ദേഷ്യം വന്ന ജോസഫ് അവന്റെ ചെവിക്കല്ല് പൊളക്ക് ഒരു അടി കൊടുത്തു. എന്നിട്ട് കൊങ്ങയ്ക്ക് പിടിച്ച് നേരെ ഭിത്തിയിലേക്ക് കയറ്റി. അല്ല പിന്നെ സ്വന്തം മോളോട് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആരി ഒരു ബൈപ്രന്റ് വന്നിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഭിത്തി കയറ്റിയപ്പോ ഉടനെ സോയിക്കാണ് പൊള്ളിയത്. നിങ്ങൾ ഒരിക്കലും നന്നാകത്തില്ല, മേലെ ഇനി എന്നെ കാണാൻ വന്നേക്കല്ലേ എന്നും പറഞ്ഞ് സോയി മൈക്കിളിനെയും കൊണ്ട് അവിടുന്ന് പോയി. നല്ല ബെസ്റ്റ് മോള്. കുടിയൊക്കെ മാറ്റി മോക്ക് വേണ്ടി വലിയ കാര്യത്തിൽ ആ മനുഷ്യൻ ഗിഫ്റ്റും കൊണ്ട് വന്നപ്പോ അവക്ക് പ്രാന്ത്. ശരിക്കും പറഞ്ഞാൽ ഇവളെയാണ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടത്. എന്തായാലും അവര് നേരെ ഒരു ലൈബ്രറിയിലാണ് കയറിയത്. അവിടെ മൈക്കിൾ ഒരു ബുക്ക് എടുക്കുന്നതിനിടയിൽ ആ പുസ്തകം അവന്റെ കയ്യിൽ നിന്ന് തറയിൽ വീണു. വീണ സമയത്തിൽ ആ ബുക്ക് തുറക്കുകയും ചെയ്തു. അവനത് എടുക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് സോയി വന്ന് ആ തുറന്ന പേജ് അടയ്ക്കരുതെന്ന് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് മൈക്കിൾ ചോദിച്ചപ്പോ, ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെ ബുക്ക് തറയിൽ വീഴുമ്പോ ഓപ്പൺ ആകുന്ന പേജ് എടുത്തിട്ട് കണ്ണടച്ച് അതിൽ ഏതെങ്കിലും ഒരു വരിയിൽ തൊടും, എന്നിട്ട് ആ വരിയിൽ എഴുതിയിട്ടുള്ള കാര്യം ഞാൻ വായിക്കും, അതിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യമായിരിക്കും എന്നൊക്കെയാണ് സോയി പറഞ്ഞത്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് നല്ല അസ്ഥല ഭ്രാന്താണ്. മൈക്കിളിനും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പോകുന്ന വഴിയിൽ ആ മെന്റൽ ഹോസ്പിറ്റലിലും കൂടെ ഒന്ന് കയറാമെന്ന് അവനും പറഞ്ഞു. അപ്പൊ അവൻ എന്തായാലും അവളെ പോലെയല്ല. ശേഷം മോളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത വിഷമത്തില് ജോസഫ് അന്ന് കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് രാത്രി 1 വർഷത്തിന് ശേഷം വീണ്ടും അവൻ കുടിക്കാൻ തുടങ്ങി. വഴിയരികിൽ കാറിലിരുന്ന് കുടിക്കുന്നതിനിടയിൽ അവൻ പണ്ടത്തെ ഒരു കാര്യം ഓർമ്മിച്ചു. അവന്റെ ഭാര്യ മരണക്കിടക്കയിലായിരുന്ന സമയത്തിൽ എപ്പോഴും നീ നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും അവരെ സംരക്ഷിക്കണമെന്നും അവൾ അവനോട് പറഞ്ഞിരുന്നു. പക്ഷെ അവനിപ്പോ അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഓർമ്മിച്ച് വിഷമിച്ചിരിക്കുന്നതിനിടയിൽ അവന്റെ കാറിൽ ഒളിച്ചിരുന്ന ഒരുത്തൻ അവനെ പിന്നിൽ നിന്നും ആക്രമിച്ച് ബോധം കെടുത്തി. അത് ശരിക്കും ജോണിന്റെ ആളായിരുന്നു. ജോസഫിനെ അയാള് ജോണിന്റെ പക്കൽ കൊണ്ടുപോയി. അവൻ ജോസഫിന്റെ വലത് കണ്ണിൽ ഒരു ഡിവൈസ് വച്ച് പിടിപ്പിച്ചു. പക്ഷെ അവൻ അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ റോഡ് അരികത്ത് കിടക്കുകയായിരുന്നു. അവന്റെ വലം കണ്ണ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. അത് കാരണം അവൻ ഉറക്കെ അലറി വിളിച്ചു. എന്താണ് നടക്കുന്നതെന്ന് ഒന്നും തന്നെ അവന് മനസ്സിലായില്ല. അപ്പോഴാണ് അവന്റെ സമീപത്ത് ഒരു ബോക്സ് ഇരിക്കുന്നത് കണ്ടത്. അവനത് തുറന്നു നോക്കിയപ്പോ അതിലൊരു തോക്കുണ്ടായിരുന്നു. അത് കണ്ട് അവൻ ഞെട്ടിപ്പോയി. ഉടനെ, നിന്റെ ഭാര്യ മരിക്കാൻ നേരം നീ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് ദൈവം നിന്റെ വിളി കേട്ടില്ലല്ലോ എന്ന് ജോൺ ചോദിച്ചു. ചുറ്റും നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. ഇതെവിടുന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവൻ ആകെ കൺഫ്യൂഷനായി പോയി. സംഭവം കണ്ണിൽ വെച്ച ഡിവൈസിലൂടെ ജോസഫ് കാണുന്നതെല്ലാം ജോണിനും കാണാൻ കഴിയും. വേണമെങ്കിൽ ജോസഫിന് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ണിലൂടെ കാണിച്ചു കൊടുക്കാനും പറ്റും. അതുപോലെ ജോസഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അതെല്ലാം ജോൺ അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് സോയിയും റിയയും ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. റിയ അടുത്ത സെറ്റ് ഡ്രഗ്സ് അടിക്കാൻ പോവുകയാണ്. സോയി ആണെങ്കിൽ ഇന്നലത്തെ സംഭവം ഓർത്ത് ആകെ വിഷമത്തിലുമാണ്. ഇത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതുവഴി ഒരാൾ വന്നു. ജോസഫ് അലറി വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് അവള് വന്നത്. അവളെ കണ്ടതും പെട്ടെന്ന് ആ തോക്കെടുത്ത് അവളെ കൊന്നുകളയാൻ ജോൺ പറഞ്ഞു. പക്ഷേ പോലീസിനെ വിളിക്കാനാണ് ജോസഫ് പറഞ്ഞത്. ഉടനെ ജോൺ മറ്റൊരു കാര്യം ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. റിയയുടെ പിന്നാലെ അവന്റെ ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ തോക്കുകളുമുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞ അവളെ അവർ കൊന്നുകളയും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ തോക്കെടുത്ത് അവളെ വെടിവെക്ക് എന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അവൻ ആ തോക്കെടുത്ത് വെടിവെച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ തോക്കിൽ ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെടി പൊട്ടിയില്ല. അപ്പോൾ, ഇതുപോലെ ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ 2 മക്കളെയും ഞാൻ അങ്ങ് കൊന്നുകളയും എന്ന് പറഞ്ഞ് ജോൺ ഭീഷണിപ്പെടുത്തി തീർന്ന ഉടൻ, നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പദ്ധതിയുണ്ട് എന്നും പറഞ്ഞ് ആ പെണ്ണ് ജോസഫിനെ ടേസർ വെച്ച് ബോധം കെടുത്തി. സംഭവം ഇവള് ശരിക്കും ജോണിന്റെ വലം കൈയാണ്. ഇവളാണ് ജോണിന് വേണ്ടി ഹാക്കിംഗ് പണികളൊക്കെ ചെയ്യുന്നത്. ഈ സമയം നേരത്തെ ബ്ലാക്ക് ഹോളിൽ നിന്നും വന്ന ഊർജ്ജ പ്രവാഹം ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം ജോസഫ് കണ്ണു തുറന്നപ്പോ അവനൊരു കാറിന്റെ ഡിക്കിയിലായിരുന്നു. അത് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവനുടനെ ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു. കാറിനുള്ളിലാണെങ്കിലും അവൻ ചെയ്യുന്നതെല്ലാം ഡ്രോണിന്റെ ഇൻഫ്രാറെഡ് ക്യാമറയിലൂടെ അയാൾക്കും ഹാക്കറിനും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ ഹാക്കറും ഇപ്പോൾ ജോണിന്റെ കൂടെ ജോണിന്റെ ലാബിലാണ് ഇരിക്കുന്നത്. ജോസഫ് പോലീസിനെ വിളിച്ചപ്പോ എടുത്തത് ജോണിന്റെ ഹാക്കർ ആയിരുന്നു. ഇനി ഇതുപോലെ പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച വാണിംഗ് പോലും തരാതെ നിന്റെ മക്കളെ കൊന്നുകളയും എന്ന് ഹാക്കർ പറഞ്ഞു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ജോസഫ് ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് ജോൺ കാറിന്റെ ഡിക്കി തുറന്നു കൊടുത്തത്. എന്നിട്ട് കാറിൽ കയറി ഞാൻ പറയുന്ന സ്ഥലത്ത് പോകാൻ പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ജോസഫ് ചോദിച്ചു. പക്ഷേ കൂടുതലൊന്നും സംസാരിക്കാതെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി എന്നാണ് ജോൺ പറഞ്ഞത്. അങ്ങനെ അവൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി.
തുടങ്ങി. കുറെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം രാത്രി ആയപ്പോഴാണ് ജോൺ പറഞ്ഞ സ്ഥലത്തെത്തിയത്. എത്തിയ ഉടൻ കാറിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട്, അത് തുറന്ന് നോക്കാൻ ജോൺ പറഞ്ഞു. അങ്ങനെ അത് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു മാസ്കും ടാബ്ലറ്റും എന്തൊക്കെ ഉപകരണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ടാബ്ലറ്റിലൂടെ ജോൺ അവൻ ഒരാളെ കാണിച്ചു കൊടുത്തിട്ട് ഇയാളാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞു. ഇതുപോലെ ജോണിനെ കൊല്ലേണ്ടവരെയൊക്കെ എന്നെ വെച്ച് കൊന്നിട്ട് ആ കേസെല്ലാം എന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് ഇവരുടെ പ്ലാൻ എന്ന് ജോസഫ് ഊഹിച്ചു. ശേഷം ജോൺ നിർദ്ദേശിച്ചതുപോലെ അവൻ മാസ്കും ധരിച്ച് ബാഗും എടുത്തുകൊണ്ട് അയാളുടെ വീട്ടിൽ കയറിപ്പോയി. വീട്ടിലെ ഡിജിറ്റൽ സെക്യൂരിറ്റി ലോക്കൊക്കെ ഹാക്കർ നിഷ്പ്രയാസം തുറന്നു കൊടുത്തു. ഉള്ളിൽ കയറിയപ്പോൾ അത് വളരെ ഗംഭീരമായ വീടാണെന്ന് മനസ്സിലായി. എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീട്. ചാൾസ് പണ്ട് ടെററിസ്റ്റുകളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ ഇത്രയും വലിയ വീടൊക്കെ വെക്കാനുള്ള കാശ് ഉണ്ടാക്കിയതെന്നും അതുകൊണ്ട് ഇവനെ ഓർത്ത് നീ സഹതപിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും ജോൺ പറഞ്ഞു കൊടുത്തു. ശേഷം ചാൾസിന്റെ റൂമിലെത്തിയപ്പോൾ അയാളെ വിളിച്ചെണിപ്പിച്ച് നിന്റെ ബാഗിലെ തോക്കെടുത്ത് അയാളുടെ നേർക്ക് ചൂണ്ടണം, എന്നിട്ട് അയാളെ കൊണ്ട് നീ സേഫ് ഓപ്പൺ ചെയ്യിക്കണം എന്ന് ജോൺ പറഞ്ഞു. അവനത് ചെയ്യാതെ മടിച്ചു നിന്നപ്പോൾ സോയിയുടെ വീട്ടിലെ രംഗം അവന് കാണിച്ചു കൊടുത്തു. അവിടെ ജോണിന്റെ ആൾക്കാര് സോയിയെ കൊല്ലാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൻ ജോൺ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്തു. ഓക്കെ വെയിറ്റ്, എല്ലാം തന്നെ ജോൺ പറഞ്ഞിട്ടാണ് ജോസഫ് ചെയ്യുന്നേ. അതുകൊണ്ട് ഇനി എപ്പോഴും ജോൺ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, സേഫ് തുറന്നപ്പോൾ അതിലൊരു ലാപ്ടോപ്പ് ഇരിക്കുന്നു കണ്ടു. ജോസഫ് നിർദ്ദേശിച്ചതുപോലെ ചാൾസ് അതെടുത്ത് ലോഗിൻ ചെയ്തു. അപ്പോൾ ജോസഫ് അവന്റെ കൈവിരല് ലാപ്ടോപ്പിന്റെ സ്കാനറിൽ വെച്ചു. ലാപ്ടോപ്പ് അവന്റെ വിരല് സ്കാൻ ചെയ്തിട്ട് DNA സീക്വൻസ് മാച്ചിങ് ആണെന്ന് കാണിച്ചു. അത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഡോക്ടർ, താങ്കൾ പറഞ്ഞത് ശരിയായിരുന്നു, ഇവൻ തന്നെയാണ് നമ്മുടെ പ്രോജക്റ്റിനെ പറ്റിയത് എന്ന് ഹാക്കർ ജോണിനോട് പറഞ്ഞു. ചാൾസും ഇത് കണ്ട് ഞെട്ടിപ്പോയി. ശേഷം ജോസഫ് ഒരു ഡിവൈസ് എടുത്ത് ലാപ്ടോപ്പിന് മുകളിൽ വെച്ചു. ലാപ്ടോപ്പിലുള്ള എല്ലാ ഡാറ്റയും ആ ഡിവൈസ് കോപ്പി ചെയ്തെടുത്തു. ഡാറ്റ മുഴുവൻ കോപ്പി ആയ ശേഷം അവൻ ചാൾസിനെ കൊല്ലാൻ വേണ്ടി തലയിൽ തോക്ക് ചൂണ്ടി. പക്ഷെ അയാൾ ഉടനെ കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് ജോസഫിന്റെ തലയിലടിച്ചു. ആ ശക്തിയിൽ അവന്റെ തോക്ക് തെറിച്ചുപോയി. എന്നിട്ട് അയാൾ ആ തോക്കും കൈവശപ്പെടുത്തി അവന്റെ മുഖം മൂടി മാറ്റി നോക്കി. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്റെ തലയ്ക്കുള്ളിൽ ഒരുത്തനുണ്ട്, അവൻ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന് ജോസഫ് പറഞ്ഞു. അതൊക്കെ ജോൺ പറഞ്ഞു കൊടുക്കാതെ തന്നെ പേടിച്ചിട്ട് അവൻ പറഞ്ഞതാണ്. ചാൾസിന് സംശയം തോന്നി ജോസഫിന്റെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ വലത് കണ്ണിൽ ഒരു ചുവപ്പ് ലൈറ്റ് കണ്ടു. ഇത് ജോൺ ചെയ്യുന്ന പണിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. എടാ പ്രാന്ത, അപ്പൊ നീയാണല്ലേ ഇതൊക്കെ ചെയ്യുന്നേ? നീ ഇപ്പൊ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. എടാ, ഈ പ്രോജക്റ്റ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, നമുക്കത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്തേ എന്ന് ജോസഫിന്റെ കണ്ണിലൂടെ അയാൾ ജോണിനോട് പറഞ്ഞു. സംഭവം, ചാൾസും ഒരു സയന്റിസ്റ്റ് ആണ്. പണ്ട് ഇയാളും ജോണും ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഇവരും മറ്റു കുറെ സയന്റിസ്റ്റുകളും കൂടെ ചേർന്ന് എന്തോ ഒരു വലിയ മാരകമായ പ്രോജക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് ചാൾസ് അത് ക്യാൻസൽ ചെയ്തു. ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച സകല ഡാറ്റയും ചാൾസിന്റെയിലായിരുന്നു. അതാണ് കുറച്ചു നേരത്തെ കോപ്പി ചെയ്തെടുത്തത്. ഈ പ്രോജക്റ്റിന് വേണ്ടി ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് വേണം. പക്ഷെ അത് ആരെ വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. വളരെ പെർഫെക്റ്റ് മാച്ചിങ് ആയ DNA ഉള്ള ആള് തന്നെ വേണം. ജോസഫിന്റെ DNA അതിന് പറ്റിയ മാച്ചാണ്. അത് നേരത്തെ തന്നെ ജോൺ മനസ്സിലാക്കിയിരുന്നു. സത്യം പറഞ്ഞ ചാൾസിനെ കൊല്ലുന്നതും ഡാറ്റ എടുക്കുന്നതുമൊക്കെ ആരെ കൊണ്ട് വേണമെങ്കിലും നിസ്സാരമായിട്ട് ജോണിന് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ജോസഫിന്റെ ടെസ്റ്റിന്റെ ഒരു ഭാഗമാണ്. എന്തായാലും ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാതിരിക്കാൻ ചാൾസ് തീർച്ചയായും ജോസഫിനെ കൊല്ലുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ജോസഫ് കുറച്ച് മുന്നിലോട്ട് നടന്ന് ജനാലയുടെ പക്കലെത്തി. പെട്ടെന്ന് ജോൺ ഡ്രോണിനെ വെച്ച് അയാളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ബാഗിൽ ഒരു ക്ലിപ്പർ ഉണ്ട്. ചാൾസിന്റെ കയ്യിലെ പെരുവിരല് എന്തോ ഒരു കാര്യത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ക്ലിപ്പർ വെച്ച് അയാളുടെ പെരുവിരൽ അങ്ങ് മുറിച്ചെടുത്തു. ഈ സമയവും ഊർജ്ജ പ്രവാഹം ഭൂമിയെ നോക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ജോസഫ് നേരെ ചാൾസിന്റെ ലാബിലേക്ക് പോയി. അവൻ ലാബിൽ കയറിയ സമയം ജോണിന്റെ ഡ്രോണ് ബോംബ് പോലത്തെ എന്തോ കുറച്ച് ഡിവൈസുകളെ വെന്റിലേഷനിലൂടെ ലാബിന്റെ ഉള്ളിലേക്ക് അയച്ചു. അതെല്ലാം ചെന്ന് ലാബിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് വീണു. സെക്യൂരിറ്റി ലോക്കുകളൊന്നും ഹാക്കറിനൊരു വിഷയമേ ആയിരുന്നില്ല. അങ്ങനെ അവൻ എളുപ്പത്തിൽ ഉള്ളിൽ കയറിപ്പോയി. ഉള്ളിലെത്തിയ ശേഷം അവനൊരു മാസ്ക് എടുത്തു വെച്ചു. മാസ്ക് വെച്ചതും നേരത്തെ വന്ന് വീണ ബോംബുകളിൽ നിന്നും എന്തോ ഒരു തരം പുക പുറത്തു വരാൻ തുടങ്ങി. ആ പുക ഒരു തരം വിഷവാതകമായിരുന്നു. അങ്ങനെ അത് ശ്വസിച്ച് ലാബിലുള്ള എല്ലാവരും മരിച്ചു വീഴാൻ തുടങ്ങി. ശരിക്കും ഈ ലാബിലുള്ളവർ തന്നെയാണ് ഈ കെമിക്കൽ ബോംബ് ഡിസൈൻ ചെയ്തേ. അതിലൂടെ തന്നെ അവരിപ്പോൾ മരിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ജോൺ വില്ലനാണെങ്കിലും അവൻ കൊല്ലാൻ പറയുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ ചാവേണ്ടവർ തന്നെയാണെന്ന് നമുക്ക് തോന്നും. എന്തായാലും എത്രയും വേഗം ലാബിലെ മെയിൻ സെന്ററിൽ പോകണം. അങ്ങനെ അവൻ വേഗം മെയിൻ സെന്ററിലോട്ട് ഓടി. പോകുന്ന വഴിയിൽ എല്ലാവരും മരിച്ചു കിടക്കുന്നത് കണ്ട് ജോസഫ് വല്ലാതെ നിരാശനായി. ഇതെല്ലാം ഞാൻ കാരണമാണല്ലോ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെട്ടു. എന്നാൽ 800 കോടി മനുഷ്യരെ രക്ഷിക്കാൻ ഈ 80 പേരെ കൊന്നതിൽ യാതൊരു വിധത്തിലും വിഷമിക്കേണ്ട കാര്യമില്ലെന്നും ശരിക്കും പറഞ്ഞാൽ നീ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നുമാണ് ജോൺ പറഞ്ഞത്. അവസാനം മെയിൻ സെന്ററിലെത്തിയപ്പോൾ അവിടെ ഒരു ഗോളാകൃതിയിലുള്ള യന്ത്രം കണ്ടു. അതിന് മുന്നിൽ ഒരു കൺട്രോൾ പാനലുണ്ട്. നേരത്തെ ഡാറ്റ കോപ്പി ചെയ്തെടുത്ത ഡിവൈസിനെ ആ കൺട്രോൾ പാനലിൽ വെച്ചു. അപ്പോൾ അത് പാസ്വേഡ് ചോദിച്ചു. നേരത്തെ മുറിച്ചെടുത്ത് ചാൾസിന്റെ കൈവിരലെടുത്ത് പാനലിൽ വെച്ചപ്പോൾ യന്ത്രം ആക്ടിവേറ്റ് ആയി.
നിങ്ങൾ പറഞ്ഞെല്ലാം ഞാൻ ചെയ്തല്ലോ, ഇനിയെങ്കിലും എന്നെയും മക്കളെ ഒന്ന് വെറുതെ വിടുവോ എന്ന് ജോസഫ് ചോദിച്ചു. അപ്പോൾ ആ യന്ത്രത്തിനകത്തൊരു ത്രോ സ്വിച്ച് ഉണ്ട്, അതൊന്ന് ഓൺ ചെയ്യണം. അവസാനമായിട്ട് നീ അതും കൂടെ ചെയ്താ ഞാൻ നിന്നെയും നിന്റെ മക്കളെയും വെറുതെ വിടാം എന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ അവൻ ചെന്ന് യന്ത്രത്തിനകത്ത് കയറി നോക്കി. പക്ഷെ അകത്ത് ഒരു സ്വിച്ചും കാണുന്നില്ല. ഉടനെ ഹാക്കർ ആ യന്ത്രത്തിന്റെ വാതിലങ്ങ് അടച്ചു. ജോസഫ് ശരിക്കും പേടിച്ചുപോയി. അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞ് അവൻ അലറുന്നുണ്ട്. പക്ഷെ ഇതല്ലാതെ വേറെ നിവർത്തിയില്ലെന്നും പറഞ്ഞ് ആ യന്ത്രത്തിനെ ഓൺ ചെയ്യാൻ ജോൺ ഹാക്കറിനോട് പറഞ്ഞു. അങ്ങനെ യന്ത്രം ഓൺ ചെയ്തു. മെഷീനുള്ളിൽ പ്രകാശം കൊണ്ട് നിറഞ്ഞു. അവന്റെ ദേഹം മുഴുവൻ കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട്. ശരീരത്തിനുള്ളിൽ അവന്റെ DNA മുഴുവൻ മാറുന്നുണ്ടായിരുന്നു. മെഷീനാണെങ്കിൽ തീവ്രമായിട്ട് തിളങ്ങിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ ആ തിളക്കം കൂടിക്കൂടി വന്നു. അവസാനം ആ യന്ത്രം പൊട്ടിച്ചിതറി. അതൊരു വലിയ വിസ്ഫോടനമായിരുന്നു. പല കിലോമീറ്ററുകൾ ചുറ്റളവിലുമുള്ള സകല കെട്ടിടങ്ങളും പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ചിന്നിച്ചിതറി. ഈ വിസ്ഫോടനത്തിന്റെ വിവരം സോയി വാർത്തയിലൂടെ കണ്ടു. പൊട്ടിത്തെറി നടന്നതിന്റെ അടുത്താണ് ജോസഫ് ജോലി ചെയ്യുന്നതെന്ന് സോയിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. പപ്പയെ ഞാൻ എന്റെ കൂടെ നിർത്തേണ്ടതായിരുന്നു, കുറച്ചെങ്കിലും സ്നേഹം കാണിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ മോങ്ങാൻ തുടങ്ങി. മൈക്കിൾ അവളെ ആശ്വസിപ്പിച്ചു. ഇത്രയും നാള് ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് സ്നേഹം കാണിക്കണ്ട, ഇപ്പം മരിച്ചെന്നറിഞ്ഞപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് സ്നേഹം വന്നത്. ഇവിടെ ജോസഫിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ടിവിയിൽ വിസ്ഫോടനം നടന്ന വാർത്തയാണ് കണ്ടത്. പറഞ്ഞ് എല്ലാം ചെയ്തിട്ട് നീ എന്നെയും മക്കളെയും വെറുതെ വിടുന്നില്ലല്ലടാ, എന്തിനാ നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണേ എന്ന് പറഞ്ഞ് ജോസഫ് ദേഷ്യപ്പെട്ടു. അവൻ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ അതെന്തോ നല്ല കാര്യമാണെന്ന രീതിയിൽ ജോണിന് സന്തോഷമാണ് തോന്നിയത്. മക്കളെ വിളിച്ച് നോക്കാമെന്ന് കരുതി ജോസഫ് ഫോൺ എടുത്തു. പക്ഷേ ഫോണ് പ്രവർത്തിക്കുന്നില്ല. അവന് വീണ്ടും ദേഷ്യം വന്നു. ഫോൺ എടുത്ത് അവൻ ചുമരിലടിച്ചു. അങ്ങനെ ദേഷ്യം കൂടിക്കൂടി വന്നതും അവന്റെ ദേഹം മുഴുവൻ പ്രകാശം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി. അവസാനം അവൻ ദേഷ്യം കൊണ്ട് ചുമരിലിടിച്ചു. ചുമരി മുഴുവൻ തകർന്നുപോയി. എന്നെ നീ എന്താണ് ചെയ്തതെന്ന് അവൻ ജോണിനോട് ചോദിച്ചു. ആർക്കുമില്ലാത്ത കഴിവുകൾ തന്നെ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ജോസഫേ. പക്ഷെ നിന്റെ ശക്തികൾ ഇനിയും ആക്ടിവേറ്റ് ആയിട്ടില്ല. അതിന് നീ ഇനിയും കൂടുതൽ ടെസ്റ്റുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇനിയും 15 മിനിറ്റിനുള്ളിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പോണം എന്ന് ജോൺ പറഞ്ഞു. വേറെ നിവർത്തിയില്ലാതെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി അയാൾ പറയുന്ന പോലെ തന്നെ അവൻ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ അവിടെ അവന്റെ വണ്ടി കാണുന്നില്ല. എന്റെ വണ്ടി എവറാ? നീ പറഞ്ഞ സ്ഥലത്ത് 15 മിനിറ്റ് കൊണ്ട് ഞാൻ എങ്ങനെ പോവാനാ എന്ന് ദേഷ്യത്തിൽ അവൻ ചോദിച്ചു. പക്ഷേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിയ നിന്റെ മക്കൾ രണ്ടും ജീവനോടെ കാണും എന്നാണ് ജോൺ പറഞ്ഞത്. എന്നിട്ട് അയാള് ജോസഫിന്റെ മരിച്ചുപോയ ഭാര്യയെ കുറെ കളിയാക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ ദേഷ്യത്തിൽ അവൻ തറയിലിടിച്ചു. അപ്പോൾ അവന്റെ ദേഹത്തിൽ നിന്നൊരു ഊർജ്ജ പ്രവാഹമുണ്ടായി. അത് കാരണം ചുറ്റുമുള്ള വാഹനങ്ങളൊക്കെ തനിയെ ഓണായി. അത് കണ്ട് ജോണും ഹാക്കറും അവരും അതിശയിച്ചു. സംഭവം ജോസഫിന് ദേഷ്യം കൂടുന്നതിനനുസരിച്ചാണ് അവന്റെ ശക്തികളൊക്കെ ആക്ടിവേറ്റ് ആകുന്നത്. എത്രത്തോളം ദേഷ്യം വരുന്നോ അത്രത്തോളം തന്നെ അവന്റെ ശക്തികളും കൂടുതൽ പുറത്തു വരും. അവസാനം സകല ശക്തികളും ആക്ടിവേറ്റ് ആകുമ്പോൾ അവൻ ഒമ്നി പൊട്ടന്റായി മാറും. അതായത് മരണമില്ലാത്തതും എന്തിനേയും നിയന്ത്രിക്കാനും എന്തും ചെയ്യാനും കഴിവുള്ള ഒരാളായി മാറും. ബേസിക്കലി അവനൊരു ദൈവമാകും. അതിനു വേണ്ടിയിട്ടാണ് ജോൺ ഇതൊക്കെ ചെയ്യുന്നത്. ജോസഫിനെ ഇപ്പോൾ നിക്കോയുടെ അടുത്താണ് ജോൺ പറഞ്ഞയക്കുന്നത്. നിക്കോ ഒരു ഗാങ്സ്റ്ററും ഡ്രഗ് ഡീലറുമാണ്. അവനാണ് റിയയ്ക്ക് എപ്പോഴും ഡ്രഗ്സ് കൊടുക്കുന്നത്. അത് മാത്രമല്ല അവൻ പെണ്ണുങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും കൂടെ ചെയ്യുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് ഒബ്വിയസ്ലി അവന്റെ അടുത്ത് പോകുമ്പോൾ ജോണിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എത്ര ദേഷ്യം വരുമെന്ന് ജോണിന് അറിയാം. ഈ സമയം സോയി അവളുടെ ബാഗിൽ നേരത്തെ ജോസഫ് ഇട്ട് കൊടുത്ത ഗിഫ്റ്റ് എടുത്ത് നോക്കി. അത് പണ്ട് അവള് ജോസഫിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ചെറിയ കല്ലാണ്. അയ്യേ, വലിയ കാര്യത്തിൽ ഗിഫ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ വെറും കല്ല്. ഇവക്ക് അങ്ങനെ തന്നെ വേണം. ഇവിടെ ജോസഫ് നിക്കോയുടെ താവളത്തിലെത്തി. അവൻ തോക്കും കൊണ്ട് പതിയെ പതിയെ ഉള്ളിലോട്ട് പോയി. അവിടെ കുറെ പെണ്ണുങ്ങളെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അവന് ദേഷ്യം വന്നു തുടങ്ങി. പക്ഷെ അതിനിടയിൽ നിക്കോ പുറകിലൂടെ വന്ന് അവന്റെ തലയിൽ അടിച്ചു. എന്നിട്ട് അവനെ കെട്ടിയിട്ട് തല്ലാനും തുടങ്ങി. നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജോസഫ് ആണെന്ന് പറഞ്ഞു. പേര് കേട്ടപ്പോൾ തന്നെ ഇത് റിയയുടെ അച്ഛനാണെന്ന് നിക്കോയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഞാനാണ് നിന്റെ മോക്ക് എപ്പോഴും ഡ്രഗ്സ് കൊടുക്കുന്നതെന്നും പിന്നെ അവളെക്കുറിച്ച് മോശമായിട്ട് കുറെ കാര്യങ്ങളും നിക്കോ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ജോൺ പ്രതീക്ഷിച്ചതുപോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ജോസഫിന് ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ അവന്റെ ദേഹത്തിൽ നിന്ന് വന്ന ഊർജം കാരണം അവിടെ ഒരു വിസ്ഫോടനം തന്നെ ഉണ്ടായി. ആ സമയത്തിൽ കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് ആ കെട്ടിടത്തിന് ചുറ്റും അവന്റെ വിശ്വരൂപം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടപ്പോൾ ജോണിന് സന്തോഷമായി. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോയി. അപ്പോ കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ പൂർണ്ണമായും ഒമ്നി പൊട്ടന്റായി മാറുകയുള്ളൂ എന്നൊരു അറിയിപ്പ് ജോണിന്റെ കമ്പ്യൂട്ടറിൽ വന്നു. ഇവിടെ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ കെട്ടിടം തകർന്നുപോയി. അവിടെ മുഴുവൻ തീ പിടിക്കുകയും ചെയ്തു. ജോസഫ് എണീറ്റ് വന്നപ്പോൾ നിക്കോയും അവന്റെ ആൾക്കാരും ജോസഫിനെ കൊല്ലാൻ വന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. തലയിൽ തുരുതുരാന്ന് വെടിവെച്ചിട്ട് പോലും അവനൊന്നും സംഭവിക്കുന്നില്ല. മുറിവ് പറ്റുന്നിടത്തൊക്കെ പ്രകാശം കൊണ്ട് തിളങ്ങിയിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ മുറിവൊക്കെ മാറുകയാണ്. ശേഷം അവൻ നിസ്സാരമായിട്ട് എല്ലാവരെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് പെണ്ണുങ്ങളെ എല്ലാം രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നു. ആ തക്കത്തിൽ നിക്കോ ഒരു കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അവൻ
വീണ്ടും ഒരു ഊർജ്ജ പ്രവാഹം പുറത്തുവിട്ട് അവനെയും കാറിനെയും ചാമ്പലാക്കി കളഞ്ഞു. ഇതൊക്കെ അവൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജോസഫിന് തന്നെ ഒരു പിടുത്തവുമില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും നിന്റെ യഥാർത്ഥ ശക്തികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്നാണ് ജോൺ പറഞ്ഞത്. അങ്ങനെ പറയുന്നതിനിടയിൽ അവിടെ പോലീസ് വന്നു. ബോംബ് വിസ്ഫോടനത്തിൽ നിന്നെയാണ് സംശയിക്കുന്നതെന്നും പറഞ്ഞ് അവരവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ടേസർ വെച്ച് അവനെ വെടിവെച്ചപ്പോ ആ വെടിവെച്ച പോലീസുകാരനാണ് ഷോക്ക് അടിച്ചത്. എന്നെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ പോലീസുകാർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്ന് അവൻ തന്നെ സ്വയം കീഴടങ്ങി. ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി അവരവനെ ചോദ്യം ചെയ്തപ്പോ അവൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു. പക്ഷെ ഇവൻ കള്ളം പറയുകയാണെന്നും ഇവൻ ഏതോ ടെററിസ്റ്റ് സംഘടനയിലെ ആളാണെന്നുമാണ് പോലീസുകാര് കരുതുന്നേ. അവൻ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവരെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അടുത്തുള്ള ഷിപ്പ്യാർഡിലെ ഒരു കപ്പലിൽ ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട്. എത്രയും വേഗം നീ പോയി അതിനെ കണ്ടുപിടിക്കണം. 10 മിനിറ്റിനുള്ളിൽ നീ അത് കണ്ടുപിടിച്ചാൽ ഞാൻ ആ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യാം. പക്ഷെ അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ അത് പൊട്ടിയാൽ കുറഞ്ഞത് 20,000 പേരെങ്കിലും മരിക്കും എന്ന് ജോൺ പറഞ്ഞു. ഈ പൊട്ടന്മാരെടുത്ത് പറഞ്ഞിട്ട് എന്തായാലും കാര്യമില്ലെന്ന് തോന്നിയ ജോസഫ് പെട്ടെന്ന് കയ്യിലെ വിലങ്ങം പൊട്ടിച്ച് ചുമരും തകർത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. എന്നിട്ടൊരു പോലീസ് കാറും എടുത്ത് വേഗം ഷിപ്പ്യാർഡിലോട്ട് പോയി. ഈ വിവരമെല്ലാം വാർത്തയിലൂടെ സോയി കാണുന്നുണ്ടായിരുന്നു. ജോസഫ് ഒരു ടെററിസ്റ്റാണ്, അവൻ സിറ്റിയിൽ എവിടെയൊക്കെ ബോംബുകൾ വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത്. ജോസഫ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷവും തോന്നി. എന്നാൽ അതേസമയം വാർത്ത കേട്ടപ്പോൾ പേടിയും തോന്നി. അങ്ങനെ അവര് വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ജോണിന്റെ കുറെ ആൾക്കാരെത്തി. അവര് വന്ന് സോയിയെയും മൈക്കിളിനെയും ജോണിന്റെ ലാബിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഇവിടെ ജോസഫിനെ ഒരുപാട് പോലീസുകാർ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ നേരമായപ്പോ ജോൺ പറഞ്ഞ സമയത്തിൽ എന്തായാലും ഷിപ്പ്യാർഡിൽ എത്താൻ പറ്റില്ലെന്ന് ജോസഫിന് മനസ്സിലായി. അപ്പോൾ അവന്റെ സ്ട്രെസ് ലെവലും ദേഷ്യവും ഒക്കെ ഒരുപാട് കൂടാൻ തുടങ്ങി. ഒരു പരിധി വെട്ട് സ്ട്രെസ്സും ദേഷ്യവും കൂടിയതും അവന്റെ ദേഹം മൊത്തം തിളങ്ങുകയും അവൻ മൊത്തത്തിൽ ഒരു ലൈറ്റിന്റെ രൂപത്തിലായി മാറുകയും ചെയ്തു. ആ സമയത്തിൽ അവൻ ഒമ്നിപൊട്ടന്റ് ആയിട്ട് ട്രാൻസ്ഫോം ആകാൻ തുടങ്ങിയെന്ന് ജോണിന്റെ കമ്പ്യൂട്ടറിൽ കാണിച്ചു. അവൻ ട്രാൻസ്ഫോം ആകാൻ തുടങ്ങിയപ്പോൾ ആ ശക്തിയിൽ ജോസഫിന്റെ കാറ് മൊത്തം മണൽ തരി പോലെ പൊടിഞ്ഞു വീണു. എന്നിട്ട് മിന്നൽ വേഗത്തിൽ അവൻ പറന്ന് ഷിപ്പ്യാർഡിലേക്ക് പോയി. മുന്നിൽ കാണുന്ന കെട്ടിടങ്ങളെയൊക്കെ തുളച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ഷിപ്പ്യാർഡിലെത്തി. പക്ഷെ അപ്പോഴേക്കും ബോംബ് പൊട്ടാനുള്ള സമയമായിരുന്നു. ഇനിയും ഏതാനും ചില സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബോംബ് പൊട്ടും. ഒരു കപ്പലിലാണ് ബോംബ് വെച്ചിരിക്കുന്നതെന്ന് ജോൺ പറഞ്ഞിരുന്നു. ഭാഗ്യത്തിന് അവിടെ ആ സമയത്തിൽ ആകെ ഒരു കപ്പൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ആ കപ്പലിനെ മൊത്തത്തിലെടുത്ത് ആകാശത്തിലോട്ട് എറിഞ്ഞു. ആകാശത്തിന്റെ ഒരുപാട് ഉയരങ്ങളിലെത്തിയതും അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ അവൻ 20,000 പേരെ രക്ഷപ്പെടുത്തി. പക്ഷേ കപ്പലിൽ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. ആ കണ്ടെയ്നേഴ്സ് ഒക്കെ താഴോട്ട് വീഴാൻ തുടങ്ങി. ബാക്കി കണ്ടെയ്നേഴ്സ് ഒക്കെ വെള്ളത്തിലാണ് വന്ന് വീണത്. പക്ഷെ ഒരെണ്ണം അതുവഴി പറന്നുപോയി ഒരു വിമാനത്തിൽ ചെന്നിടിച്ചു. അത് കാരണം വിമാനം തകർന്ന് നിലം പതിക്കാൻ വന്നു. വീഴുന്നതിനിടയിൽ ഒരു ട്രെയിൻ ട്രാക്കും ചിറക് തട്ടി തകർന്നുപോയി. ആ സമയത്തിൽ തന്നെ അതുവഴി ഒരു ട്രെയിനും വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് ജോസഫ് പെട്ടെന്ന് വന്ന് പ്ലെയിനെ സേഫ് ആയിട്ട് ഒരു കെട്ടിടത്തിന്റെ മണ്ടയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ആ ട്രെയിനെയും സേഫ് ആയിട്ട് പാളം കടക്കാൻ സഹായിച്ചു. അങ്ങനെ വീണ്ടും 100 കണക്കിന് പേരെ അവൻ രക്ഷിച്ചു. അവന്റെ ശക്തികൾ കണ്ട് അവന് തന്നെ അത്ഭുതം തോന്നി. ശേഷം അവൻ നേരെ സോയിയുടെ പക്കൽ പോയി. പക്ഷേ സോയിയുടെ വീട്ടിൽ അവൾ ഉണ്ടായിരുന്നില്ല. മൈക്കിളിനെയും അവിടെ കാണാനില്ല. പകരം അവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. സോയിയെയും മൈക്കിളിനെയും ജോണിന്റെ ലാബിൽ നിർത്തിയിരിക്കുന്നതും അവർക്ക് ചുറ്റും കുറെ പേര് തോക്കും ചൂണ്ടി നിൽക്കുന്നതും അതിലൂടെ ലൈവായിട്ട് ജോൺ കാണിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നേരത്തെ കാറിൽ വെച്ച് ഒമ്നിപൊട്ടന്റ് ആയിട്ട് ട്രാൻസ്ഫോം ആകാൻ തുടങ്ങിയപ്പോഴേക്കും കണ്ണിൽ വെച്ചിരുന്ന ഡിവൈസ് ഒക്കെ ഇല്ലാതായി പോയിരുന്നു. എന്തായാലും അവൻ ആ ലാപ്ടോപ്പ് എടുത്ത് തൊട്ട് നോക്കിയപ്പോൾ തന്നെ ഈ സിഗ്നൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. നിന്റെ കഥ തീർന്നടാ, ഞാനിപ്പോ അവിടെ എത്തും എന്ന് ജോസഫ് പറഞ്ഞു. അത് തന്നെയാണ് ജോസഫ് എനിക്കും വേണ്ടത്, നീ പെട്ടെന്ന് വാ എന്നാണ് ജോൺ പറഞ്ഞേ. അവൻ ഏതാനും ചില സെക്കൻഡുകൾ കൊണ്ട് തന്നെ ജോണിന്റെ ലാബിലെത്തി. എത്തുന്നതിന് മുൻപ് തന്നെ അവൻ മൈക്കിളിനും സോയിക്കും ചുറ്റും ഒരു ഷീൽഡ് ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് വളരെ ശക്തിയോടെ കെട്ടിടത്തിന് മുകളിൽ വന്ന് ലാൻഡ് ചെയ്തു. ആ ശക്തിയിൽ കെട്ടിടം മുഴുവൻ തകർന്നു. ചുറ്റും തോക്കും പിടിച്ചോണ്ട് നിന്നവരിൽ കുറെ പേര് അപ്പോ തന്നെ തീർന്നു. ബാക്കിയുള്ളവരെല്ലാം എണീറ്റ് അവനെ വെടിവെക്കാൻ തുടങ്ങി. പക്ഷെ ഒരു രക്ഷയുമില്ല. അവനെ തൊടാൻ പോലും പറ്റുന്നില്ല. വെടിവെക്കുന്നവരെയൊക്കെ അവൻ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചു കളയുകയാണ്. എല്ലാരെയും തീർത്ത് കളഞ്ഞ ശേഷം അവന്റെ മനുഷ്യരൂപത്തിൽ വന്ന് അവൻ സോയിയുടെ അടുത്ത് സംസാരിച്ചു. നിങ്ങളുടെ അമ്മ മരിച്ചതിന് പിന്നാലെ ഞാനും നിങ്ങളെ വിട്ടുപോയി. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇനിയെങ്കിലും നീ എന്റെ കൂടെ വരില്ലേ എന്ന് ജോസഫ് അവളോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഈ സമയം ഊർജ പ്രവാഹം ഭൂമിക്ക് സമീപം എത്തിയിരുന്നു. അടുത്ത് പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് എനിക്കറിയാം, അത് പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ ജോണിനോട് പറഞ്ഞത് ശരിക്കും മൈക്കിളായിരുന്നു. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതും അവൻ തന്നെയാണ്. എന്തായാലും ഊർജ പ്രവാഹം ഭൂമിക്ക് സമീപം എത്താറായെന്ന വിവരം ജോൺ മൈക്കിളിനെ അറിയിച്ചു. ഉടനെ അവൻ സോയിയെ വെടിവെച്ചു. അടുത്ത സെക്കൻഡിൽ തന്നെ ജോസഫ് അവനെയും പൊടിച്ചു കളഞ്ഞു.
അവസാനം അവന്റെ കൈകളിൽ കിടന്ന് തന്നെ സോയി മരണമടഞ്ഞു. അതിന്റെ തൊട്ടു പിന്നാലെ അടുത്തു കിടന്ന ഒരു ലാപ്ടോപ്പിലൂടെ റിയയെ കൊല്ലുന്ന ദൃശ്യവും ജോൺ ജോസഫിന് കാണിച്ചു കൊടുത്തു. അതും കൂടെ ആയപ്പോ അവന്റെ നിയന്ത്രണം മുഴുവൻ നഷ്ടപ്പെട്ടു. അവന്റെ സ്ട്രെസ്സിനും ദേഷ്യത്തിനും അതിരില്ലാതെയായി. അതോടെ അവൻ പൂർണ്ണമായ ഒമ്നിപൊട്ടന്റായി മാറാൻ തുടങ്ങി. ഒടുവിൽ പൂർണ്ണമായ ഒരു ദൈവമായിട്ട് മാറിയ ജോസഫിന്റെ ശക്തി കാരണം ഭൂമിക്ക് ചുറ്റും ഒരു വലിയ കവചമുണ്ടായി. അതുകൊണ്ട് ഊർജം വന്ന് പതിച്ചപ്പോ ഭൂമിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. അതുമാത്രമല്ല, ദൈവമായി കഴിഞ്ഞ ജോസഫിന് ഇനി എന്തും ചെയ്യാം. അവൻ സോയിയെയും റിയയെയും ജീവൻ വെപ്പിച്ചു. അവരുടെ ദേഹത്തിപ്പോ ഒരു പോറലി പോലുമില്ല. അങ്ങനെ സന്തോഷത്തോടെ അവര് രണ്ടുപേരും കൂടെ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.